ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് മിസ്സസ് ഇന്ത്യ പാജന്റിൽ പങ്കെടുത്തതെന്ന്. എല്ലാവരും കണ്ടു കാണുമല്ലേ? ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണിശമായിട്ട് കാണണമെന്ന് കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എങ്കിലേ നമ്മൾ സ്ത്രീകളുടെ വിലയും സാക്രിഫൈസും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ത്യജിച്ചാണ് നമ്മൾ നമ്മുടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണിശം കാണണം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മിസ്സസ് ഇന്ത്യ പാജന്റിൽ പങ്കെടുക്കാം. നിങ്ങൾ കല്യാണം കഴിച്ചവർക്ക് കേട്ടോ. കാരണം അത് മിസ്സസ് ഇന്ത്യ ആയതുകൊണ്ട്. മിസ് ഇന്ത്യയിലെ അല്ലാത്ത യങ് ആയിട്ടുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീത്വത്തെ വിലമതിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ടാലന്റഡ് ആണോ? വാല്യൂസ് ഉണ്ടോ? ഡിറ്റർമിനേഷനും പാഷനും ഉണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണിശമായിട്ടും മിസ്സസ് ഇന്ത്യ പാജന്റിൽ പങ്കെടുക്കാം. എങ്കിൽ കണിശമായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ മിസ്സസ് ഇന്ത്യ പ്ലാറ്റ്ഫോം നിങ്ങളുടെ കഴിവുകളെയും ഗ്ലാമറിനെയും ബ്യൂട്ടിയെയും കൾച്ചറിനെയും എല്ലാം പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. അവരിൽ ഒരു ഇറ്റേണൽ ഒരു ദൈവികത്വം ഉണ്ടെന്ന്. ആ ഇറ്റേണൽ ബ്യൂട്ടിയെ നമ്മൾക്ക് വെളിപ്പെടുത്താനായിട്ട് പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ കളറോ നമ്മുടെ ഷേപ്പോ നമ്മുടെ ഹൈറ്റോ വെയിറ്റോ ഒന്നും ഒരു ബാധകവുമല്ല. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെയൊക്കെ കണ്ണുകളൊന്നും വിടർന്നില്ലേ? ശരിയാണ്, അത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് വേണം. നമ്മുടെ ഇന്റേണൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. നമ്മൾ പറയത്തില്ലേ, നമ്മൾ വന്ന വഴി മറക്കരുത്, നമ്മളെ സഹായിച്ചവരെ നമ്മൾ നിന്ദിക്കരുത്, അല്ലെങ്കിൽ എല്ലാവരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം വേണം. അതൊക്കെയാണ് നമ്മുടെ ഇറ്റേണൽ ബ്യൂട്ടി. അപ്പോൾ ഈ ഒരു മിസ്സസ് ഇന്ത്യ പാജന്റിൽ പങ്കെടുക്കാൻ നല്ല കാശ് ചെലവുണ്ട് കേട്ടോ. ഈസി ആയിട്ടുള്ളതൊന്നും അല്ല. ഓഫ് കോഴ്സ് ഈ ബ്യൂട്ടി പാജന്റ് കഴിഞ്ഞ് മിസ് ഇന്ത്യയുടെ ആണേലും മിസ് യൂണിവേഴ്സിന്റെ ആയിട്ട് എന്തവന്റെ ആണേലും ഭയങ്കരമായിട്ട് കാശ് ചെലവുള്ള പരിപാടിയാണ്. രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അത് കഴിഞ്ഞ് 5 ദിവസത്തേന് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനുള്ള ചെലവുണ്ട്. പിന്നെ പ്ലെയിൻ ഫെയർ ഉണ്ട്. ഏത് സ്റ്റേറ്റിൽ, ഞങ്ങൾ ജയ്പൂരിലായിരുന്നു. അപ്പോൾ അവിടം വരെ പോകാനായിട്ടുള്ളതിൻ്റെ ഫ്ലൈറ്റ് ചാർജ്, പിന്നെ കുറഞ്ഞത് 10 ജോഡി ഡ്രസ്സസ് വേണം. അതൊക്കെ പോയി ഡിസൈനർ ഡ്രസ്സസ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്തുമാത്രം ചിലവാകുമെന്ന്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെന്നാൽ അവർ ഓഡീഷനായിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഏത് സിറ്റിയിലാണെന്നുള്ളതനുസരിച്ച് അവിടെ പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഹിസ്റ്ററി എല്ലാം പറയണം. പിന്നെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. നമ്മളെക്കുറിച്ച് തന്നെ നല്ലവണ്ണം പ്രസന്റ് ചെയ്യണം. ക്യാറ്റ് വാക്ക് കാണും. ക്വസ്റ്റ്യൻ ആൻസർ, നമ്മൾ ഫിനാലേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കാണും. അതൊക്കെ ആൻസർ ചെയ്യണം ഓഡീഷന് പോകുമ്പം തന്നെ കേട്ടോ. ഫിനാലയ്ക്ക് പിന്നെ വേറെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഞാൻ ഈ ഗ്രാൻഡ് ഫിനാലയ്ക്ക് 2 മാസം മുമ്പാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതും കുറച്ച് ഡിബേറ്റ് ചെയ്ത് ഞാൻ ഇതിനായിട്ട് അപ്ലൈ ചെയ്തതുമല്ല. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിന് ജോയിൻ ചെയ്തുകൊണ്ടുണ്ടല്ലോ എന്തൊക്കെ ഡ്രസ്സ് വേണം എന്നുള്ളതൊക്കെ അവർ ആദ്യമേ പറഞ്ഞു. എനിക്ക് ഓൺലൈൻ ഓഡീഷനുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ പോയത് ശരിക്കും ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നതെന്ന് പറയാം. ഓഡീഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഓഡീഷൻ സൂം മീറ്റിംഗിൽ ഇൻട്രഡക്ഷൻ ഒക്കെ ചോദിച്ചു, എന്നെ പറ്റി പറയാൻ പറഞ്ഞു. അപ്പൊ അതെനിക്ക് എൻ്റെ നല്ലൊരു റെസ്യൂമേ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ലതായിട്ട് പറയാൻ പറ്റി. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്നോട് ചോദിച്ച ആ ക്വസ്റ്റ്യനും ആൻസർ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു ക്യാറ്റ് വാക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഈ സൂം മീറ്റിംഗ് ആയിട്ട് ഞാൻ എന്നെ അടുത്തറിയാമോ ഇതുപോലെ ഒരു നല്ലൊരു ടോപ്പൊക്കെ ഇട്ട് നല്ലപോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. കീഴെ വന്നിട്ട് ഒരു ഷോർട്സ് ആയിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അയ്യോ മാം, ഞാൻ എന്നെ പോലെ സൂം മീറ്റിംഗ് ആയതുകൊണ്ട് ഞാനൊരു ഷോർട്സ് ആയിട്ടിരിക്കുന്നത് ക്യാറ്റ് വാക്ക് ചെയ്യാം, അതൊന്നും പ്രശ്നമൊന്നും അല്ല, ക്യാറ്റ് വാക്ക് ചെയ്തോളാൻ പറയും. പിന്നെ ഞാൻ എൻ്റെ ക്യാമറ കാണിച്ചു വെച്ചിട്ട് ഞാൻ ആ ഷോർട്സിൽ തന്നെ ഒന്ന് നടന്ന് കാണിച്ചു കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങായി. അപ്പോൾ നമ്മൾ ഈ ഓഡീഷന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ടൈം ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇൻട്രഡക്ഷനും നമുക്ക് ഇഷ്ടം പോലെ നമ്മളെക്കുറിച്ച് പറയാനായിട്ട് എല്ലാം ഉള്ള സമയം ഉണ്ടായിരുന്നു. എന്നതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് അവരോട് ചോദിക്കണമെങ്കിലും എല്ലാം ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊരു നല്ലൊരു അവസരമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു ഊഹവും ഇല്ലാതെ ആരോടും ചോദിക്കാനായിട്ട് ഒരു വിഷമം. കാരണം ഇത്രയും പ്രായം 71 വയസ്സുള്ള ഈ സ്ത്രീക്ക് എന്നത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുമല്ലോ എന്നുള്ളത് കൊണ്ട് എനിക്ക് ആരോടും ഒന്ന് കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ള ആരും ഇങ്ങനെ പോയിട്ടുമില്ലെന്ന് ഓർത്തോണം കേട്ടോ. നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും അങ്ങനെ ഇല്ല. അപ്പം വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ.
ഒഡീഷന് പറയുമ്പോൾ നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് പാജന്റിൽ പങ്കെടുക്കണമെന്ന് തോന്നിയത്. സപ്പോസ് നിങ്ങൾ വിന്നറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഉയർന്നു കഴിയുമ്പോൾ അല്ലെ ഒന്ന് വിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എല്ലാ പാജന്റിന്റെയും ലക്ഷ്യം. അപ്പൊ അതെന്തോ ആണ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്ത് ഉപകാരമാണ് കമ്മ്യൂണിറ്റിക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. അപ്പൊ അതിനെല്ലാം തക്കതായിട്ട് പ്രിപ്പയർ ചെയ്ത് വേണം പോകാൻ. നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബബ്ബന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വേണം പോകാനായിട്ട്. ഗ്രാൻഡ് ഫിനാലയ്ക്ക് ചെന്നപ്പം 5 ദിവസത്തെ പരിപാടിയായിരുന്നു. ദിവസവും വെളുപ്പിനെ 1 മണിക്കും 2 മണിക്കും ഒക്കെയാണ് പോയി കിടന്നുറങ്ങാനായിട്ട് പോയത്. കുറേ റൗണ്ട്സുകൾ ഉണ്ടായിരുന്നു, മനസ്സിലായോ? നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഫോട്ടോഷൂട്ടും ഡാൻസും പിന്നെ ഓരോ പോസസും. അതുപോലെ തന്നെ 40 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ 40 പേരുടെയും പരിപാടികൾ തീർന്നു കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? നമ്മൾ അത്രയും നേരം നിൽക്കണം. അതോ ഹൈ ഹീൽഡ് ഷൂസ് വേണം. ഹൈ ഹീൽഡ് ചെരുപ്പിൽ നിൽക്കണമെങ്കിൽ അത് ഇരിക്കാനൊന്നും എല്ലാവർക്കും ചെയറൊന്നും ഇല്ല. അപ്പം നമ്മൾ അവിടെ നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിനൊക്കെയുള്ള ഒരു ശക്തിയും ഒരു ആരോഗ്യവും ഒക്കെ വേണം കേട്ടോ ഇതിന് പോകാനായിട്ടിരിക്കുമ്പോൾ. എല്ലായിടത്തും ഞാൻ പോയ പോലെ ആയിരിക്കണമെന്നില്ല, എങ്കിലും അതൊന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. പിന്നെ റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പല വേഷത്തിലുള്ളതുണ്ട്. നമ്മുടെ ഇൻട്രഡക്ഷൻ ഗ്രാൻഡ് ഫിനാലേക്കുണ്ട്, അത് ഒരു 2 മിനിറ്റിൽ കുറച്ച് പറയണമെന്നാണ് പറയുന്നത്. അതുപോലെ പല ഫോട്ടോ ഷൂട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറേ റിഹേഴ്സൽ ഉണ്ട്, നമ്മുടെ എങ്ങനെ വരണം എങ്ങനെ പോകണം. പിന്നെ അതുപോലെ ക്യാറ്റ് വാക്ക്. അത് കൂടാതെ നമുക്കൊരു 3 മിനിറ്റിൽ ഒരു കഥ പറയാനായിട്ട് പറയും. അതൊക്കെ നമ്മുടെ കഴിവുകളെ നോക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമുക്ക് കഥ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ടാലന്റ് ഷോ ഉണ്ട്. അപ്പൊ ടാലന്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടാലന്റ് ഷോയ്ക്ക് കണിശമായിട്ടും ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് വരണം. കാരണം അവിടെ ഞങ്ങൾ 40 പേരുണ്ടായിരുന്ന 3 പേര് മാത്രമേ പാട്ട് പാടിയുള്ളൂ. അതിൽ 2 പേരും കരോക്കി വെച്ച് പാട്ട് പാടി. ഞാൻ മാത്രമുണ്ട് അല്ലാതെ പാടിയത്, മനസ്സിലായോ? ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിട്ടല്ലേ പോയത്. കാരണം ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റരുത്. കാരണം ഇത് നേരത്തെ ഉള്ള ഓൺസൈറ്റ് ഒഡീഷനൊക്കെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഏതൊക്കെ ഡ്രസ്സ് വേണം എങ്ങനെ വേണം എന്നെല്ലാം അവർ ഭയങ്കരമായിട്ടുള്ള PDF ഫയലുകളൊക്കെ കൊടുത്തിരുന്നു. ഞാനിത് ലാസ്റ്റ് മൊമെന്റിലായിരുന്നപ്പോഴേത്തിന് അവരും വിട്ടുപോയി. എനിക്ക് തന്നെ ഒന്നും അറിയാൻ മേലാഞ്ഞോണ്ടുണ്ടല്ലോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണം, റെഡ് ഡ്രസ്സ് വേണം, ഒരു ലെഹങ്ക വേണം, ഒരു നാഷണൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഡ്രസ്സ് വേണം മെയിനായിട്ടെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ദിവസവും 2 ഡ്രസ്സ് വെച്ച് വേണം, 5 ദിവസത്തേന് 10 ജോഡി ഡ്രസ്സ് വേണമെന്നാണ് എന്നോട് പറഞ്ഞത്, മനസ്സിലായോ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് ഡിവ ഗോഡസിന് ഒരു ഗോൾഡൻ ഡ്രസ്സ് വേണമായിരുന്നു, വേറെ ഗൗണുകൾ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം അതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ 2 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം റെഡ് ഡ്രസ്സും എല്ലാം ഇട്ട് കഴിഞ്ഞ് തലക്കെട്ടും കെട്ടി എല്ലാം വന്നു കഴിഞ്ഞ് വെച്ച് പറയുകയാണേ 15 സെക്കൻഡിൽ നിങ്ങളുടെ ഒരു ഇൻട്രോയുടെ ഒരു ബൈറ്റ് എടുക്കണം. ആ ഇൻട്രോ ഞാൻ ബബ്ബാന്നാ പറഞ്ഞു. കാരണം ഐ എം ഡോക്ടർ ആലിസ് മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴേ തന്നെ 15 സെക്കൻഡ് ആയോ എന്ന് എനിക്ക് പേടി. ഞാൻ എന്തോന്ന് പറയാനാണെന്നുള്ള ഒരിത്. എന്നാൽ പോട്ടെന്നുള്ള ഒരു ധൈര്യം വന്നില്ല കേട്ടോ. കാരണം പോകുമ്പം എനിക്ക് കിട്ടിയേക്കും, എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലെജിറ്റിമേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് എനിക്ക് കഴിയുമെന്നൊരു ധാരണയുണ്ട്. പിന്നെ എനിക്ക് എന്നെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ വിഷമമില്ല. അപ്പം അങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഓർത്തു എനിക്ക് കിട്ടും എന്നും വെച്ചുകൊണ്ട് പോയി. പക്ഷെ ആദ്യത്തെ ദിവസം ഡ്രസ്സസ് ഇല്ലെന്ന് മനസ്സിലായി. 3 ജോഡി ഡ്രസ്സ് ഇല്ല. അതുപോലെ തന്നെ ഒരു ഇൻട്രോയുടെ ബൈറ്റും കൊടുത്തപ്പോഴത്തേനും ഞാൻ ഡൗൺ ആയിപ്പോയി. ഞാൻ ഓർത്തു അയ്യോ ഒരു രക്ഷയില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം എന്നോ ഡിസൈന് ഡ്രസ്സിലാണ് വന്നിരിക്കുന്നറിയോ. അതിനകത്ത് വന്നതിൽ ഒരു 90% ആൾക്കാരും ഇതുപോലെയുള്ള പാജന്റിൽ പോയിട്ട് റണ്ണറപ്പ് ആയിട്ടുള്ളവരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ഓർത്താണ്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ ആകെ ഡൗൺ ആയി. പക്ഷെ എൻ്റെ 2 ഫ്രണ്ട്സ് തുളസിയും ആൻസിയും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ആലസ്യ ഒട്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പോയി ചെയ്തിട്ട് വാ, ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്നേരം തീരുമാനിച്ചു ജയിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം. കാരണം എനിക്കിന്ന് ഗൗൺ ഇടാനായിട്ട് പറ്റിയില്ലേ, അതുപോലെ തന്നെ ലെഹങ്ക ഇടാനായിട്ട് പറ്റിയില്ലേ 71-ാം വയസ്സിൽ, അതുപോലെ തന്നെ ഒരു ക്യാറ്റ് വാക്ക് നടത്താനായിട്ട് പറ്റിയില്ലേ. അതൊക്കെ തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ അങ്ങോട്ട് എടുത്തു, പോസിറ്റീവായിട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നും തിങ്ക് ചെയ്തില്ല. ക്രൗൺ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ, പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലെ ഇത്രയും ആളുകളുടെ ഇടയിൽ ഒരാളായിട്ട് എനിക്കും പെർഫോം ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് ഞാൻ അങ്ങ് ധൈര്യമായിട്ടിരുന്നിട്ട് ഞാൻ അങ്ങ് പെർഫോം ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ആ ഒരു സ്റ്റോറി വരുന്നത്.
അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഇപ്പം 2026 പേർക്കുള്ള രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിടിയെന്നാണ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ അടുത്ത വർഷത്തേന് പോലും പോയാൽ മതിയെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വേണം പോകാൻ. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് നല്ലതായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണ്, നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇതിന് പോകുന്നത് എന്നൊക്കെ ഒരു പേപ്പറിൽ ഒന്ന് എഴുതി നോക്കി ഒന്ന് മനസ്സിരുത്തി വായിച്ചിട്ട് വേണം പോകാനായിട്ട്. കാണാപ്പാടം പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാണാപ്പാടം അവിടെ പോയി പറഞ്ഞെന്നാൽ നമ്മൾ മറന്നു പോവും, പ്രശ്നമാണ്. അപ്പം നിങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കണം. അതുപോലെ ഒരു ടാലൻറ്റിന് കണിശമായിട്ട് ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് ഫിനാലെ നടക്കുന്നതെന്ന് നോക്കണം. ആ സ്റ്റേറ്റിലെ ലാംഗ്വേജിൽ ഇപ്പം നോർത്തിലോട്ടൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി സോങ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കേട്ടോ. ഇതൊരു നാഷണൽ പാജൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹിന്ദി, നമ്മുടെ മലയാളത്തിലുള്ള ഡാൻസുകളൊന്നും പോകരുത്. ഹിന്ദിയിലുള്ള ഒരു ഡാൻസിന്, നല്ല അടിപൊളി പാട്ടിന് ഒരു ഡാൻസ് നല്ലവണ്ണം പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം അവിടെ വരുന്ന പിള്ളേരൊക്കെ ചെയ്ത ഡാൻസുകളൊക്കെ കണ്ടെന്നാൽ ശരിക്കും പറഞ്ഞെന്നാൽ എൻ്റെ കിളി പോയി അത് കണ്ടിട്ട്. ഇപ്പം ഇതൊക്കെയാണ് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അല്ലേ. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെയാണ് വേറെ രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞെന്നാൽ നമ്മുടെ മനസ്സാന്നിധ്യം പോകരുത്. നമ്മളിപ്പോൾ കിരീടം കിട്ടിയിട്ടേ ഞാൻ വരുവുള്ളൂ എന്നുള്ള ആ ഒരു ഇതിൽ പോകരുത്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി യു ഡു യുവർ ബെസ്റ്റ്, നല്ലതായിട്ട് പെർഫോം ചെയ്യുക. കിരീടം കിട്ടിയാൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് മാത്രം വിചാരിക്കുക. കിരീടത്തിനായിട്ട് ആഗ്രഹിക്കാം, പക്ഷെ അതല്ല മുഖ്യം എന്ന് ഓർക്കണം. ഇതുപോലെയുള്ളൊരു മഹാസംഭവത്തിൽ എത്രയോ പേർക്ക് സാധിക്കുന്നില്ല ഇങ്ങനെ ഒന്ന് പങ്കെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്കത് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതണം. അങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നതാണ് മുഖ്യം എന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്താൽ എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ആ കിരീടത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കിരീടം നിങ്ങൾക്ക് തന്നെ ലഭിക്കും. പിന്നെ ഓർക്കണം, ഒരേ വിന്നറേ കാണത്തുള്ളൂ, ബാക്കി ഇത്രയും പേര് ചേരുന്നതാണ്. അപ്പോൾ ഫേസ് ഫോർ ദ റിയാലിറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടിയത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ളതിൽ ചേരണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഞാൻ അതിനെ ആസ്പദമാക്കി വിശദമായിട്ട് വീഡിയോയിൽ ഇടുന്നതാണ്. അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് ഒന്നും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇതുപോലെയുള്ള ചാൻസസ് ഒക്കെ കൊണ്ടിട്ട് തരും. പക്ഷേ അന്നേരം നമ്മളത് മനസ്സറിഞ്ഞിട്ട് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഒരിക്കലും ഒരു പാജന്റിന് പോകുമ്പോൾ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യം ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ കീപ് വെയിറ്റിംഗ്. ബൈ. Have a nice day.